കയറ്റി വിടില്ല മക്കളെ. കയറ്റിവിടും. ഇക്ബാൽ ഒന്ന് കയറ്റി വിട്ടോളൂ. തീർച്ചയായിട്ടും കയറ്റി വിടണം. പോലീസുകാരോട് പറഞ്ഞാൽ മതി, കയറ്റിവിടാം. തീർച്ചയായിട്ടും ആ അമ്മയാണ് കാണേണ്ടത്. അതിനകത്ത് എന്താ സംശയം? ഉറപ്പായിട്ടും ബിഎസിനെ കാണാൻ ആര് വന്നാലും ബിഎസിനെ കയറ്റിവിടും. ഏത് വേഷത്തിലും ബിഎസിനെ കാണാം നിങ്ങൾക്ക്. അതാണ് ബിഎസ്. അതെ, അങ്ങ് അയിരൂപ്പാറയിൽ നിന്ന് വീട്ടിൽ നിന്ന് വേഷത്തിലിറങ്ങി വന്നൊരു ആശുപത്രിയിൽ വന്നതാണ്. അപ്പുറത്തെ ഒരാളുടെ കേട്ടപ്പോൾ കയറ്റി വിടൂല എന്ന് പറഞ്ഞു ഈ വേഷത്തില്. എന്നാൽ സാറന്മാരുടെ അടുത്ത് കേട്ടെങ്കിൽ കയറ്റി വിട്ടാൽ സുഖമില്ല. ഇക്ബാൽ, നമുക്ക് ആ അമ്മയെ തീർച്ചയായിട്ടും ഉള്ളിൽ കയറ്റി വിടണം. ആശുപത്രിയിൽ പോയിട്ട് വന്നത്, ഒരു സർജറിയൊക്കെ കഴിഞ്ഞത്. എനിക്ക് തോന്നുന്നു ക്യൂവിൽ നിൽക്കാതെ മുന്നിൽ തന്നെ കൊണ്ടുപോകാൻ നന്നായിരിക്കും ഒരു പക്ഷേ. ഇക്ബാൽ ഒന്ന് കൊണ്ടുവിടൂ. ഇക്ബാൽ, ക്യൂവിൽ നിൽക്കാതെ അമ്മയെ ഒന്ന് മുൻപിലേക്ക് വേണമെങ്കിൽ കൊണ്ടുവിടാം. പോലീസുകാരെ സമ്മതിക്കും. ഇപ്പോൾ അതാ പോലീസുകാര് നമ്മുടെ അഭ്യർത്ഥന മാനിച്ച് അഭ്യർത്ഥന കേട്ടിരിക്കുന്നു പോലീസുകാർ. താങ്ക് യു പ്രിയപ്പെട്ട പോലീസുകാരാ. ഇതാണ് വിഎസിന്റെ കാലത്ത് ഇങ്ങനെയായിരുന്നു പോലീസ്. വിഎസിന്റെ കാലത്ത് ഇങ്ങനെയായിരുന്നു ഉദ്യോഗസ്ഥർ. വരി നിൽക്കാതെ പാവപ്പെട്ട മനുഷ്യർക്ക് വിഎസിനെ വന്ന് കാണാനുള്ള ഒരു അവസരം കൂടി ഒരുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് വേണം. ഇവിടെ ഇക്ബാലാണ് ആ അവസരം ഒരുക്കിയത്. ആ പാവപ്പെട്ട അമ്മയ്ക്ക് സർജറിയൊക്കെ കഴിഞ്ഞതാണ്. ആശുപത്രിയിൽ നിപ്പിൽ വന്നതാണ്. നിപ്പിൽ വരുമ്പോൾ ആ അമ്മയെ തീർച്ചയായിട്ടും ആ പോലീസിനൊരു താങ്ക്സ് പറയണം. അമ്മയെ ഉള്ളിലേക്ക് കയറ്റിവിടുകയാണ്. തീർച്ചയായിട്ടും ആർക്കാണ് ആ അമ്മയെ കയറ്റിവിടാൻ ഭയം? വിഎസിന്റെ കാലത്ത് ഇതുപോലുള്ള അമ്മമാരാണ് വിഎസിനെ സ്നേഹിച്ചത്. ഞങ്ങളുടെ പ്രതിനിധി ഇക്ബാൽ ആ അമ്മയെ കൈപിടിച്ച് എത്തിക്കുകയാണ് വിഎസിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി. ആശുപത്രിയിൽ എത്തിയതാണ് ആ അമ്മ. ആശുപത്രിയിലെത്തി നിന്ന വേഷത്തിൽ വന്നതാണ്. കാണാൻ പറ്റില്ല എന്ന് പോലീസുകാർ പറഞ്ഞപ്പോൾ തിരികെ പോയതാണ്. ഇക്ബാൽ ആ അമ്മയെ തിരികെ വിഎസിനെ കാണാൻ വേണ്ടി എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. കയ്യിൽ ഒരു കൂട്ടം മരുന്നും കുറിപ്പടികളുമാണ് ഉള്ളത്. ഇതുപോലുള്ള അമ്മമാരാണ്. സ്ത്രീകൾക്കെതിരെ ഓപ്പറേഷൻ വയറ്റിലൊരു മുഴ വന്നത് 3 സർജറി കഴിഞ്ഞു. ഇന്ന് ഗുളികയ്ക്ക് വന്ന് 3 ദിവസമായി മക്കളെ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഉള്ളു എൻ്റെ വീട്ടിൽ. ദർബാർ ഹാളിലേക്ക് പോകുന്നുണ്ട്. ഈ അമ്മയെ പോലുള്ളവരുടെ പ്രതിനിധികളാണ്. ഉള്ളിൽ കിടക്കുന്ന നിങ്ങളുടെ ആളാണ് എന്ന് നമുക്ക് പറയാൻ കഴിയണം. വിഎസിന്റെ കാലത്ത് അങ്ങനെയാണ്. സാധാരണക്കാരായ മനുഷ്യർക്കൊപ്പം നിലയുറപ്പിച്ച മനുഷ്യർ.